ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമുക്ക് തജ്വീദുൽ ഖുർആനിലെ 2ാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർആൻ ഫസ്റ്റ് പാർട്ടിലെ 7ാമതായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വരുന്ന സൂറത്തുൽ കാഫിറൂന. അപ്പോൾ സൂറത്തിൻ്റെ വോയിസ് ഞാനിവിടെ ആഡ് ചെയ്യാം. സൂറത്ത് ഓതുന്നത് നന്നായി മനസ്സിലാക്കി എല്ലാവരും പഠിക്കുക. നമുക്ക് ഹിഫ്ലാക്കേണ്ട സൂറത്തുകളിൽപ്പെട്ട ഒരു സൂറത്താണിത്. അപ്പോൾ എല്ലാവരും പഠിക്കുമ്പോൾ തന്നെ നന്നായി പഠിക്കുക. അക്ഷരങ്ങൾ മാറി ഉച്ചരിച്ച് പഠിച്ചു പോയാൽ നമുക്കത് മാറ്റിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാവരും നന്നായി മനസ്സിലാക്കി അക്ഷരങ്ങളൊക്കെ ഉച്ചാരണം നന്നായിട്ട് ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. സൂറത്തുൽ കാഫിറൂൻ നമ്മളെപ്പോഴും ഓതുന്ന സൂറത്താണ്, പലപ്പോഴും ആവർത്തിച്ചോതുന്ന സൂറത്താണ്. ഈ സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഖുൽ എന്ന പദമാണ്. ഖുൽ ഫസ്റ്റിലെ അക്ഷരം ഖാഫാണ്. അത് പലപ്പോഴും കുൽ ഒന്ന് വേറെയാണ്, ഖുൽ വേറെയാണ്. അപ്പോൾ കുല്യ പാടില്ല ഒന്ന്. രണ്ടാമത്തേത് ഖുൽ എന്ന സുക്കൂനുള്ള ലാമും യാവും വേറിട്ട് തന്നെ കേൾക്കണം. കുല്യ ആവാൻ പാടില്ല. കല്യാണം എന്നൊന്നും പറയുന്ന പോലെ കുല്യ ആവരുത്. കുല്യ അയ്യുഹൽ കാഫിറൂൻ അല്ല, ഖുൽ യാ. വളരെ പ്രധാനമായി അക്ഷരവും ഹർക്കത്തും മാറുന്നൊരു പിഴവാണത്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും പോരാ, വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്. ഈ ആയത്തിൽ വരുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്നറിയോ? ഇവിടെ കുറേ ആളുകളെ മാബിദൂന എന്ന് ഓതാറുണ്ട്. മാബിദൂന എങ്ങനെയാ വരിക? വലാ അൻതും മാബിദൂന മാ അഅ്ബുദ് വലാ അൻതും മാബിദൂന അല്ലേ? മാബിദൂന ഒന്ന് സ്പീഡ് എപ്പോഴും പറയണേ, സ്പീഡ് കൂടുമ്പോഴാണ് ഈ തെറ്റുകളൊക്കെ വരുന്നത്. അതുകൊണ്ട് മാബിദൂന ഒരിക്കലും വരാൻ പാടില്ല. ഇല്ലല്ലോ, ഖുർആനിൽ അങ്ങനെ മാബിദ് ഇല്ല. വലാ അൻതും ആബിദൂന സുക്കൂനുള്ള മീമിന് ശേഷം ഐനാണ്, ഇദ്ഹാറാണ്, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്. വീണ്ടും വലാ അനാ ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദ് ലക്കും ദീനുക്കും വലിയ ദീൻ. ആ ആയത്തിൽ ശ്രദ്ധിക്കാനുള്ളത് ലക്കും സുക്കൂനുള്ള മീം, പിന്നെ ദീനുക്കും, ലക്കും ദീനുക്കും. ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ലക്കും ദീനുക്കും ആകും. ലക്കും ദീനുക്കും നമ്മളിങ്ങനെ പറയുമ്പോൾ ലക്കും ദീനുക്കും മീമ് പോയിട്ട് ശരിക്കും പറഞ്ഞാൽ കാഫിനൊരു തൻവീൻ ദമ്മ് അഥവാ നൂനായി വരികയാണ്. നമ്മൾ അത്രയൊന്നും ആലോചിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ സംഭവിച്ചു കഴിഞ്ഞു. ലക്കും ദീനുക്കും അല്ല, ലക്കും ദീനുക്കും വലിയ ദീൻ. നമുക്ക് ഒരുമിച്ച് വന്നതാ അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദ് വലാ അനാ ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദ് ലക്കും ദീനുക്കും വലിയ ദീൻ. അല്ലാഹു തആല ഖബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനി അതിൻ്റെ താഴെ നെക്ര
വായിക്കാൻ അതിൽ നിന്നുള്ള വേർഡ്സുകൾ വന്നതെല്ലാവരും മനസ്സിലാക്കുക. യാ അയ്യുഹൽ കാഫിറൂൻ, യാ അയ്യുഹൽ കാഫിറൂൻ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, വലാ അൻതും മാ അഅ്ബുദു വലാ അന ആബിദും മാ അബത്തും ലക്കും ദീനുക്കും ദീനുക്കും വലിയ ദീൻ. അപ്പം അത്രയും വേർഡ്സുകൾ പഠിക്കുക. എന്നിട്ട് ഇതിൽ പഠിച്ച വേർഡ്സുകൾ നമുക്ക് ഇവിടെ കണ്ടെത്താം. മാ അഅ്ബുദ് ഇതാ, അതുപോലെ ഓരോ വേർഡ്സുകളും നമ്മൾ ഇവിടെ വായിക്കുക, ഇതിലേക്ക് പോയി കണ്ടെത്തുക, എന്നിട്ട് അത് ചേർത്തി ഓതുക. അക്ഷരങ്ങളൊക്കെ മനസ്സിലാക്കിയതൊക്കെ ചേർത്തി ഓതുക. ഈ സൂറത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വേർഡ്സ് ഐനാണ്. ഐന് ഏതാണ്? ഐന്. അപ്പോൾ ഇവിടെ ഐന് നമ്മൾ 1ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ചേർത്ത് എഴുതുമ്പോൾ ഇടയിൽ എഴുതുന്ന ഐനും ഒരു ആയത്ത് അവസാനിപ്പിക്കുന്നിടത്ത്, ഒരു വേർഡ്സ് അവസാനിപ്പിക്കുന്നിടത്ത് എഴുതുന്ന ഐനും ഫസ്റ്റ് തുടങ്ങുമ്പോൾ എഴുതുന്ന ഐനും ഒക്കെ നമ്മൾ 1ാം ക്ലാസ്സിൽ ഓരോ പാഠഭാഗം വായിക്കുമ്പോൾ അതിൻ്റെ കൂടെ പറഞ്ഞതാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇവിടെ എവിടെയാണ് ഐന് വന്നത് നമുക്ക് അണ്ടർലൈൻ ചെയ്യാം. റബ്ബിൽ ആലമീൻ, ഐന് ഇവിടെ ഉണ്ടല്ലേ, ഐന് വന്ന് റബ്ബിൽ ആലമീൻ. അപ്പോൾ അണ്ടർലൈൻ ചെയ്യാം. നഅ്ബുദ് കണ്ടില്ലേ, ഐന് വന്നത്. നസ്തഈൻ ഇവിടെ ഐന് വന്ന്. കുൽ ഔദു ഐന് ഇവിടെ. യദുഉൽ യതീം ഐന് വന്നതുണ്ടല്ലേ, അത് ആലിനോട് ചേർത്ത് എഴുതൂല. ഓക്കെ, അപ്പോൾ എഴുതുന്ന ഐന് ഇങ്ങനെയാണ്, മനസ്സിലാക്കുക. ഫജഅലഹും ജീമിനോട് ചേർത്ത് എഴുതിയപ്പോൾ ഇടയിൽ എഴുതുന്ന ഐന് ഇങ്ങനെ. ഇദാ ബുസിറ ഐന്. അഫലാ തഅഖിലൂൻ ഐന് രണ്ടാമത്തെ താഴ്ന്ന് വരുന്നതിൽ ഇടയിൽ വന്നു. അടുത്തത് ഇബാദുൻ ഫസ്റ്റ് വന്നപ്പോൾ എഴുതിയ ഐന് കണ്ടില്ല. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ അതുപോലെ ഈ താഴെ വന്ന സൂറത്തിലെ ഐനുകൾ നമ്മൾ കണ്ടെത്തി അണ്ടർലൈൻ ചെയ്യണം. അപ്പോൾ എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക. ഞാൻ കണ്ടെത്താത്തത് നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കണം. അപ്പം ഞാൻ പെട്ടെന്ന് ചെയ്യണോണ്ട് ഇടയിലുള്ള വിട്ടുപോയാൽ നിങ്ങളതുപോലെ നോക്കി ചെയ്യരുത്. നിങ്ങൾ ഫസ്റ്റ് മുതൽ ഇങ്ങനെ ശ്രദ്ധിച്ചു പോരാ, മനസ്സിലായില്ലേ? അപ്പോൾ എവിടെയാണ് ഐന് വന്നത് എന്ന് മനസ്സിലാക്കുക. 1ാമത്തെ ആയത്തിലില്ല, 2ാമത്തേലില്ല, 3ാമത്തേലില്ല, 4ാമത്തേൽ ഐനാണ്. ഇവിടെ പുള്ളിയുള്ള ഐനാണ്. അപ്പോൾ അത് മനസ്സിലാക്കണം. നമുക്ക് ഐനാണ് വേണ്ടത്, ഐനല്ല. ഓക്കെ, അപ്പോൾ അത് വേണ്ട കേട്ടോ. അടുത്തതാ വേറെ എവിടെയുള്ളത്? ഇവിടെ എവിടെയെങ്കിലും കണ്ടോ? നിങ്ങളാരെയും കണ്ടോ? അപ്പോൾ എവിടെയാണ് ഉള്ളത്? ഇവിടെ ഒന്നും ഇല്ല. ഇവിടെ തോവാഹ ഓയിനാണ്, പുള്ളിയുള്ള ഓയിനാണ്. അപ്പോൾ നമുക്ക് വേണ്ട ഇതിംബാഴ്സ എന്നുള്ളിടത്ത് ഇവിടെ ഐന് വന്നു. അപ്പോൾ നമുക്കവിടെ അടയാളപ്പെടുത്താം ഐന്. പിന്നെന്താണ് പിന്നെ ഇവിടെ വരുന്നത്? ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഫഅഖറൂഹ ഐന് വന്നു, നമുക്കവിടെ അടയാളപ്പെടുത്താം. പിന്നെ ഇവിടെ ഇവിടെ അലൈഹിം കണ്ടില്ലേ, ഫസ്റ്റ് വന്നപ്പോൾ ഐന് എങ്ങനെ ഇട്ടെന്ന് കണ്ടില്ലേ. അപ്പം നമുക്ക് അവിടെ അണ്ടർലൈൻ ചെയ്യാം. പിന്നെ എവിടെയാണ്? ഇവിടെ ഉക്ബാഹ അപ്പോൾ അവിടെയും ഐന് വന്നു. അപ്പോൾ എത്ര എണ്ണം കണ്ടെത്തി എന്നെല്ലാവരും എണ്ണ കേട്ടോ. ഞാൻ കണ്ടെത്താത്ത നിങ്ങൾ എവിടെയും കണ്ടെത്തി കാണാൻ അവിടെ വരയ്ക്കണം, വിട്ടു പോകരുത്. മനസ്സിലാക്കിയിട്ട് വരയ്ക്കുക, എന്നിട്ട് എണ്ണീട്ട് നമുക്ക് അവിടെ എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സൂറത്തുൽ കാഫിറൂനയിൽ നമ്മൾ മനസ്സിലാക്കി ചെയ്യേണ്ട വർക്കുകളും മനസ്സിലാക്കേണ്ട അക്ഷരങ്ങളൊക്കെ. അപ്പോൾ നന്നായി മനസ്സിലാക്കുക, ഉപകാരപ്പെടുത്തുക. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.